പ്രിയദർശിനി ബസ്സിൽ ഇപ്പം ടി വി സൗകര്യം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പം ചെറുപുഴയിൽ നിന്ന് കണ്ണൂരിലോട്ടുള്ള സർവീസിലാണ് ഇപ്പം ആദ്യമായിട്ട് ഈ ഒരു സൗകര്യം ആരംഭിച്ചേക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ കുറച്ച് നഷ്ടം വരുമല്ലോ സർക്കാരിന്. അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ വേണ്ടി ഈ പരസ്യങ്ങൾ നൽകാനാണ് ഇങ്ങനെയൊരു പദ്ധതിക്ക് രൂപം കൊടുത്തതും ആരംഭിച്ചിട്ടുമുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ സർവീസ് എനിക്ക് തോന്നുന്നു മിക്കവാറും കേരളത്തിലോ എല്ലാ ബസ്സുകളിലും ഈ സൗകര്യം വരും. അല്ല, ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യം ഇതിന് കുറച്ച് പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്. അതായത് കുറച്ച് ഇൻഫർമേഷൻസ്. ഇപ്പം ബസ്സിനകത്തുള്ള യാത്ര പൊതുവെ KSRTC ബസ്സുകളിൽ പൊതുവെ വിരസമാണ്. അപ്പം നമ്മൾ മറ്റ് ഇപ്പം ശരിക്കും പ്രൈവറ്റ് ബസ്സുകൾ മാത്രമുള്ള സ്വകാര്യ ബസ്സുകൾ മാത്രമുള്ള പല ഇടങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ബസ്സുകളിലെല്ലാം പലപ്പോഴും എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തിന് മുമ്പ് തന്നെ ടെലിവിഷൻ സൗകര്യം, TV വെക്കുന്നു, സിനിമ ഉണ്ടാകുന്നു, ചില വീഡിയോ സോങ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നു. ഈ രീതിയിലൊക്കെ മിക്കവാറും അങ്ങോട്ടുള്ള ബസ്സുകളിലെല്ലാം പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്വകാര്യ ബസ് ആ രീതിയിൽ തന്നെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് പോലും ചില ബസ്സുകൾ ഈ എയർ കണ്ടീഷൻ സൗകര്യത്തോടു കൂടി ബസ്സുകൾ ലിമിറ്റഡ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം വടക്കൻ ജില്ലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അന്നൊക്കെ അതിലുണ്ട് ബസ്സിലൊക്കെ അത്തരം സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സ്വകാര്യ ബസ്സുകളിൽ പരസ്യം, അതായത് ഈ സീറ്റ് കവറിൽ ഓരോ ജ്വല്ലറികൾ, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, ഹോം അപ്ലയൻസസ്, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള കുറേ ഷോപ്സിൻ്റെയൊക്കെ പരസ്യങ്ങളൊക്കെ സ്വകാര്യ ബസ്സുകളിലൊക്കെ നേരത്തെ ആഡ് ചെയ്യുമായിരുന്നു. അത് സീറ്റ് കവറിൻ്റെ ബാക്കിലായിട്ട് കവർ ഇട്ടതിന് ശേഷം എൻ്റെ ബാക്കിൽ ഈ പരസ്യം അടിച്ചു വെക്കുന്നത്. അവർക്ക് ടിക്കറ്റ് ഇതര വരുമാനം എന്നുള്ള നിലയിൽ ചില പരസ്യങ്ങളൊക്കെ ഇതിനകത്ത് പ്ലേ ചെയ്യും ഈ ബസ്സിനകത്ത് തന്നെ. അപ്പോൾ അങ്ങനെ ഒക്കെ പരസ്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലുള്ള ഒരു ടിക്കറ്റ് ഇതര വരുമാനം സ്വകാര്യ ബസ്സുകൾ നേരത്തെ തന്നെ ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു പോസിറ്റീവ് ഘടകമാണ്. അതായത് ഇപ്പം KSRTC ബസ്സിൽ ഈ പ്രിയദർശിനി ബസ്സുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്ത് ടി വി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറേ വാർത്തകൾ പ്ലേ ചെയ്യാം, വാർത്തകളിടാം, യൂട്യൂബിൽ വാർത്തകൾ കാണാനുള്ള സൗകര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ലോക കാര്യങ്ങൾ അറിയാനുള്ള സാഹചര്യമുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് എവിടെയാണ് എന്ന് നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ പല കാര്യം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആകാം, സിനിമ ഇടാം, പാട്ടിടാം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സൗകര്യങ്ങൾ ഇതിലൂടെ യാത്രക്കാരുടെ യാത്രകൾ വിരസമാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് ബസ്സിൽ അല്ലെങ്കിൽ ഒരു KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പാട്ടില്ല, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ല. നമ്മൾ വെറുതെ ആ ബസ്സിനകത്ത് കയറിയിരിക്കുന്നു. ഒരു 3 മണിക്കൂറോ 5 മണിക്കൂറോ 10 മണിക്കൂറോ ഒക്കെ നമ്മൾ ബസ്സിനകത്ത് സ്പെൻഡ് ചെയ്യുകയാണ്. ആ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് യാതൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. നമ്മൾ വെറുതെ പുറം കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുക. എത്ര നേരം എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യുക എന്നുള്ള നല്ല കാര്യമാണ്. അപ്പം തന്നെയല്ല, ഇവർക്ക് കുറച്ച് വാർത്തകൾ കാണാനുള്ള അവസരം ഒരുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സൗകര്യം. പിന്നെ ഈ കൂട്ടത്തിൽ KSRTCയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാരണം നഷ്ടം നികത്തുക എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. ആ നഷ്ടം നികത്തുക എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ പരസ്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അതായത് ഈ ടി വിക്കകത്ത് തന്നെ ഇപ്പം ഒന്നാമത് പ്രിയദർശിനി ബസ്സുകളിൽ കൂടുതലും സ്ത്രീകളാണ് കയറുന്നത്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ മേക്കപ്പ് സാധനങ്ങളുടെ പരസ്യങ്ങൾ കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ചില കമ്പനികളുടെയൊക്കെ പരസ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ അവർ മേടിക്കുന്ന ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകളുടെയൊക്കെ പരസ്യങ്ങൾ ഇതൊക്കെ ആഡ് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ളൊരു വരുമാനം KSRTCക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ള വരുമാനം കൂടി വരുന്നതോടുകൂടി ഇത് നഷ്ടമല്ലാതെ KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പം പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു കാര്യം കിടക്കുന്നത്, ഒന്ന്, യാത്രാ വിരസത ഇവർക്ക് ഒഴിവാക്കാൻ സാധിക്കും. 2, പരസ്യത്തിലൂടെ ഉണ്ടാകുന്ന ഒരു വരുമാനം നമുക്ക് ലഭിക്കും. അതോടൊപ്പം ഈ യാത്രക്കാർക്ക് കുറച്ച് ഇൻഫർമേഷൻസ്, വാർത്തകൾ പോലെയുള്ള സാധനങ്ങൾ അതിലേക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതും KSRTCയെ സംബന്ധിച്ചിടത്തോളം അതൊരു നേട്ടമായി തന്നെ നമുക്ക് പരിഗണിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ്? ദോഷവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷം എന്ന് പറഞ്ഞാൽ. നമ്മുടെ KSRTC ബസ്സുകൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറയുന്ന വലിയൊരു പഴഞ്ചൊല്ല് നമുക്ക് വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. കാട്ടിലെ തടി അത് പോയാൽ പോയി, തേവരുടെ ആന നമുക്കെന്തോ നഷ്ടം, വലിയടാ വലി, ആനയോട് പറയടാ കാട്ടിലെ തടിയും തേവരുടെ ആനയാണ്, ആന പോയാൽ എനിക്ക് നഷ്ടമൊന്നുമില്ല, ഞാൻ പാപ്പാനാണെങ്കിൽ ആനയ്ക്ക് എന്തെങ്കിലും പറ്റി കാലോ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം തേവർക്കാ, നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഇത് കാട്ടിലെ തടിയാണ്, ആ തടി ഇനി എടുത്ത് പൊക്കിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പാപ്പാൻ്റെ അവസ്ഥയാണ് ശരിക്കും ഈ KSRTC എന്ന് പറയുന്ന സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത്. ഇതിൻ്റെ എല്ലാം നമുക്കറിയാം. ഈ പൊതുമുതൽ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ഒരു KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മൾ സൗകര്യമുള്ളവരിയ്ക്കും, അതിൻ്റെ സീറ്റ് കീറിയാൽ നമുക്കെന്ത് നഷ്ടം. ഇതാണ് നമ്മൾ ഉപഭോക്താക്കൾ കുറേയൊക്കെ ശ്രദ്ധിക്കണമെന്നേ.
നമ്മളൊരു പ്രശ്നം എന്താണ് സർക്കാർ അല്ലെ പൊതുമേ എന്തിനാണ് സർക്കാർ നമുക്കിത് അനുവദിച്ചു തരുന്നത്? നമുക്ക് പലപ്പോഴും അറിയത്തില്ല. നമ്മൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ വണ്ടിക്കകത്ത് നമുക്ക് എന്തൊക്കെ വൃത്തിയോട് കാണിക്കാൻ പറ്റുമോ ആ വൃത്തിയോടെല്ലാം കാണിക്കും. നന്നായിട്ട് പെയിന്റ് ചെയ്തിരിക്കുന്ന വൃത്തിയുടെ പുറത്ത് അല്ലെങ്കിൽ വണ്ടിയുടെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോയിൻ കൊണ്ട് പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ് നമ്മുടെ പേരെഴുതിയിടുക അല്ലെങ്കിൽ അവിടെ കുത്തി വരച്ച് വയ്ക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു കാറാണെങ്കിൽ അല്ല നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ സ്വന്തം വാഹനമാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യൂ? ചെയ്യില്ല. നമ്മൾ ചെയ്യില്ല. കാരണം എന്താ, അവിടെ ഒരു പോറൽ വീണാൽ പോകുന്ന എൻ്റെ പോക്കറ്റിലിരിക്കുന്ന കാശാണ് അല്ലെ, എൻ്റെ പോക്കറ്റിൽ ഞാൻ കൊണ്ടു നടക്കുന്ന കാശാണ് എൻ്റെ വണ്ടിയിൽ ഒരു പോറൽ വീണാൽ സംഭവിച്ചു പോകുന്നത്. നമ്മളൊരു എവിടെയെങ്കിലും ഒരു വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് അവിടെ വെച്ചൊരു സ്ക്രാച്ച് ഉണ്ടായാൽ നമ്മൾ പറയും നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയതാന്ന് പറയും. സർവീസ് സെന്ററിൽ നമ്മൾ വാഹനം കൊടുക്കുന്ന മുമ്പ് അവർ ഫുൾ വീഡിയോ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാഹനം എടുക്കുന്നത്. കാരണം എന്താ, അതുവരെയുള്ള നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ സ്ക്രാച്ചുകൾ അല്ലാതെ ഏതെങ്കിലും സ്ക്രാച്ചുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നാളെ നമ്മൾ ക്ലെയിം ചെയ്യും, ഇത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയല്ല, നിങ്ങൾ വണ്ടി എടുത്തപ്പോൾ ഉണ്ടായതാണ് എന്ന് എനിക്ക് ക്ലെയിം ചെയ്യാം. അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ സർക്കാർ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമുക്കായിട്ട് തരുന്ന ഒരു സാധനത്തെ എന്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം മുതൽ നിന്ന് നമുക്ക് കാണാൻ കഴിയാത്തത്? നമുക്ക് അങ്ങനെ ചിന്താശേഷി ഇല്ല. നമുക്ക് സീറ്റ് കുത്തിക്കയറാൻ താല്പര്യമോ, ബസ്സിന് കല്ലെറിയാം, എൻ്റെ ഗ്ലാസ് പൊട്ടിയാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷേ നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ സർക്കാർ, അത് UDF ആയിട്ടെ LDF ആയിക്കോട്ടെ, ഇനി അല്ല BJP ആയിക്കോട്ടെ, ഏത് സർക്കാരായിരുന്നു, നമുക്ക് തരികയാണത്. നിങ്ങൾ ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് യഥാവിധി എവിടെ പോകാനും യഥേഷ്ടം എവിടെ പോകാനും വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു സാധനമാണിത്, നിങ്ങളത് ഉപയോഗിച്ചോളൂ. എത്ര പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്? ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനകത്തുണ്ടാകുന്ന നഷ്ടങ്ങളെല്ലാം സർക്കാർ വഹിച്ചോളുക. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമ്മളിരിക്കുന്ന അല്ലെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു വാഹനത്തെ നമ്മളുടെ വാഹനം പോലെ കാണാനും നമ്മളെ കൊണ്ടു നടക്കുന്ന വാഹനത്തെ നമ്മളതിനെ സ്നേഹിക്കാനും അത് വൃത്തിയായി സൂക്ഷിക്കാനും ഓരോ പൗരനും ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മുടെ രാവിലെ പോയി KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വണ്ടിയെല്ലാം പെറുക്കിയിട്ട് കഴിയണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടേതായ രീതിയിൽ ഉപയോഗിക്കാൻ ശീലിക്കുക എന്നുള്ളതാണ് എല്ലാവരും നമ്മൾ പൊതുജനം ശീലിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം അവരും ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി ഇതാ അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒരു വലിയ പ്രശ്നമാകും. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 3000 ചില്ലുവാനം ബസ്സുകളുണ്ട്. അപ്പോൾ ഈ ബസ്സുകളിലേക്കെല്ലാം ഈ പറയുന്ന TV ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപ വേണ്ടി വരും എന്നുള്ള കാര്യം നമുക്കറിയാം. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ടെലിവിഷൻസ് ഇത്രയും TV മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു രീതി ഇത് എത്ര കാലം പ്രവർത്തിക്കും? നമുക്കറിയാം പണ്ടൊക്കെ KSRTC ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ TV വെച്ചിട്ടുണ്ടായിരുന്നു. ബസ് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് കാണാനും വാർത്ത കേൾക്കാനും ഒക്കെ വേണ്ടി ടെലിവിഷൻ ഉണ്ടായിരുന്നു. എന്തേ അതെല്ലാം? അതൊക്കെ എവിടെ പോയി? എത്ര നാൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം? അപ്പൊ ഇതിന് പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും. അതോടുകൂടി ഇതെല്ലാം പൊളിഞ്ഞ് പാളീസാവും. അപ്പം ആ ഒരു സിസ്റ്റം ഇവിടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതുകൂടി സൂക്ഷിക്കണം. ഡ്രൈവർമാർക്ക് ഉത്തരവാദിത്തം. എനിക്ക് തോന്നുന്നു ഹരിപ്പാട് ഡിപ്പോയിൽ ഒരു ഭാര്യയും ഭർത്താവുമാണ് എൻ്റെ ഇതിലെ കണ്ടക്ടറും പിന്നെ ഡ്രൈവറും. അപ്പോൾ അവർക്ക് സ്വന്തമായ ഒരു ബസ്സുണ്ട്. എന്ന് വെച്ചാൽ സ്വന്തമായ ബസ് എന്ന് പറയാൻ KSRTC കൊടുത്തിരിക്കുന്ന ഒരു ബസ്സാണ്. ആ ഡ്രൈവർ അത് പൊന്നുപോലെയാണ് കൊണ്ടു നടക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അത് വാർത്തകൾ വന്നിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും വാർത്തകൾ വന്നിരുന്നു. അദ്ദേഹം അത് മോഡിഫൈ ചെയ്ത് അതിൻ്റെ വീൽ കപ്പൊക്കെ മാറി ആ വണ്ടി വൃത്തിയായിട്ട് സ്വന്തം വീട്ടിലെ വണ്ടി എങ്ങനെയാണോ കൊണ്ടു നടക്കുന്നത് അതുപോലെ നീറ്റായിട്ട് ഒരു ഭാര്യയും ഭർത്താവുക. ആ വണ്ടിക്ക് ആരാധകർ കൂടി. ഒരു ഓർഡിനറി ബസ്സാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും? അതേപോലെ ഡ്രൈവർമാർ വേണം. അതുപോലെ ചിന്തിക്കുന്ന ഡ്രൈവർമാരുണ്ടാവണം. എങ്കിൽ മാത്രമേ KSRTC എന്ന് പറയുന്ന സംവിധാനത്തെ മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റൂ. അപ്പം പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ്റനൻസിന്റെ പ്രശ്നം ഉണ്ടാവും. ഇതൊക്കെ ഇനി പരസ്യ വരുമാനം. പിന്നെ ഈ ആൾക്കാർ കാണുന്നു എന്ന് പറയുന്നില്ലേ, ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം ഉണ്ടല്ലോ, ബസ്സുകളോ വാഹനങ്ങളോ എല്ലാം നമ്മളുടെ സ്വന്തമായി കാണണം. ഏവനെങ്കിലും ഒക്കെ ബസ്സിനകത്ത് കയറുന്നവർക്ക് ഇതിനകത്ത് ഒരു തട്ട് കെട്ടണം എന്ന് പറഞ്ഞ് ഇതിന്റെ LED വെക്കുന്നത്. ഒരു തട്ട് തട്ടിയേ പോവും. കാരണം ഒരു പ്രൈവറ്റ് ബസ്സിൽ ഇപ്പൊ പ്രിയദർശിനി ബസ്സുകളിൽ കയറുന്ന ആൾക്കാരുടെ എണ്ണം അതിനകത്ത് കൊള്ളാവുന്നതിന്റെ 3 ഇരട്ടി ആൾക്കാരാണ് ബസ്സിനകത്ത് കയറുന്നത്. ഇത്രയും ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, വിയർത്ത് കുളിച്ചായിരിക്കും ബസ്സിനകത്ത് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ TVയും അതിന്റെ ശബ്ദം കൂടെ കേട്ട് കഴിയുമ്പോൾ മനുഷ്യന് ഭ്രാന്തളവില്ലയോ? അത് സ്വാഭാവികമായും അതും വലിയ പ്രശ്നമാകും. അപ്പം ഇൻഫർമേഷൻ കൊടുക്കുക, കാര്യമെല്ലാം ശരി തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്, നല്ല തന്നെയാണ്. പക്ഷെ അപ്പോഴും അവർ സമ്മതിക്കുന്നൊരു കാര്യം KSRTC
ലാഭകരമല്ല, നഷ്ടത്തിൽ തന്നെയാണ്. പ്രിയദർശിനി എന്ന് പറയുന്ന പ്രോജക്റ്റ് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ആ ഒരു പദ്ധതി പ്രകാരം അതിന്റെ നഷ്ടം നികത്താൻ ഇതൊക്കെ സർക്കാരിന് ചെയ്തേ പറ്റൂ. അപ്പം ഇവിടെ ഇനി TV ഒരുപക്ഷെ ഏതെങ്കിലും വമ്പൻ കമ്പനികൾ സ്പോൺസർ ചെയ്യുമായിരിക്കും. കാര്യം അവരുടെ ഒരു സാധനം ഒട്ടിച്ചാൽ മതിയല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പം നമുക്ക് അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഹോം അപ്ലയൻസസിന്റെ ബ്രാൻഡഡ് ടീമുകൾ ആരെങ്കിലും വന്നിട്ട് ഞങ്ങൾ TV തരാം, നല്ല കാര്യമാണത്. അവരുടെ പരസ്യം മാത്രം എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ചാൽ മതി. അതോടുകൂടി ആ ഒരു സാധനം ക്ലിയർ ആവും, ആ ബോക്സിൽ എവിടെയെങ്കിലും വെച്ച്. അപ്പോൾ ഇതിനെല്ലാം കൃത്യമായി കൊണ്ടു നടക്കാൻ കഴിവുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഉണ്ടായെങ്കിൽ മാത്രമേ ഇതൊക്കെ വൃത്തിയായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റൂ. ഈ സിസ്റ്റത്തിന്റെ പരാജയം വലിയ തോതിലുണ്ട്, നമ്മൾ പറയുന്ന പോലൊന്നുമല്ല. നമ്മുടെ എന്തുകൊണ്ടാണ് KB ഗണേഷ് കുമാറിന് പറയേണ്ടി വന്നത്, നിങ്ങൾ ബസ് ഒരാൾ കക്ഷം ചൊറിയാൻ കൈ പൊക്കിയിരുന്നാൽ പോലും ബസ് അവിടെ നിർത്തണമെന്ന് ഇവിടുത്തെ ഡ്രൈവർമാർക്ക് നിർദ്ദേശം കൊടുക്കേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? ഇവർക്ക് തോന്നുംപടി ഓടിച്ചോണ്ടിരിക്കുക. കാരണം കളക്ഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും ശരി, അവർക്ക് കുഴപ്പമൊന്നുമില്ല, മാസം തോറും ശമ്പളം കൈ കിട്ടുക. ഇവിടെ പിന്നെ ഈ വണ്ടി അങ്ങ് ഓടിക്കുക. ഇവിടെ ഒരാൾ ബസ് സ്റ്റോപ്പിൽ പോലും ബസ് നിർത്താത്ത അവസ്ഥയുണ്ട്. ഇത് അവർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കൂ. അവർക്കുണ്ടാ ഒരു യാത്രക്കാരനെ സംബന്ധിച്ച് ഒരിടത്തൂടെ പോകുമ്പോൾ ഒരു ബസ് നിർത്തായിരിക്കും വെയിലത്തായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ മഴയത്തായിരിക്കും നിൽക്കുന്നത്. മഴ വരുന്ന കണ്ടോണ്ടായിരിക്കും ഒരാളൊരു ബസ്സിന് കൈ കാണിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യം വരെ നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ട് ഇതിനെ അങ്ങ് വെറും എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് കൂപ്പ് കുത്തിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ KSRTC എന്ന് പറയുന്ന സംവിധാനത്തെ ചെയ്തത്. ഇപ്പം മലയോര മേഖലകളിൽ അവിടെ ലാഭം നോക്കി വണ്ടി വിടരുത്. മലയോര മേഖലകളിലേക്ക് ആൾക്കാർക്ക് പോവുകയും വരികയും ചെയ്യണം. അവിടെ 25 പേരെ കാണത്തുള്ളൂ, ഒരു ബസ് നിറയാനുള്ള ആളില്ല. പക്ഷെ അത് കൊടുക്കണം. കാരണം എന്താ, KSRTC അല്ല പിന്നെ ആര് ചെയ്യാനത്? ആ മേഖലകളിലേക്ക് വണ്ടി KSRTC അല്ല പിന്നെ ആര് പ്രൈവറ്റ് ബസ് ഓടിക്കുമോ? 25 പേർക്ക് വേണ്ടിയിട്ട് പ്രൈവറ്റ് ബസ് നേരം വിളിക്കുന്ന വൈകുന്നവരെ ഓടിക്കൊണ്ടിരിക്കുമോ? അത് പ്രൈവറ്റ് ബസ്സിന് അങ്ങനെ ഉത്തരവാദിത്വമില്ല. കാരണം എന്താ, അത് ലാഭം നോക്കി ചെയ്യുന്ന സാധനമാണ്. എന്നാൽ അവരിപ്പോൾ നഷ്ടത്തിൽ, അത് വേറൊരു കാര്യം. ഇപ്പോൾ പ്രതിമാസം 3000 രൂപയുടെ ദിനം 3000 രൂപയുടെ നഷ്ടത്തിൽ അവർ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 100,000 രൂപ പ്രതിമാസം അവർക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ KSRTC ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ നികത്തും? അത് ഇവിടെ നികത്തണം, അത് വേറെ ആളുള്ള റൂട്ടിൽ നികത്തണം. അതാണ് വേണ്ടത്. ആളില്ലാത്ത റൂട്ടുകളിലേക്ക് വാഹനം മറ്റൊരു സൗകര്യം ഇല്ലാത്തടത്തേക്ക് KSRTC ട്രിപ്പ് നടത്തുന്നതിന്റെ നഷ്ടം ഇവിടെ നികത്തണം. ഇത് KSRTC ചെയ്യണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റത്തെ വളരെ കൃത്യമായി കൊണ്ടുപോകാനുള്ള ഒരു ഇച്ഛാശക്തി പക്ഷേ സർക്കാർ ഉണ്ടാവണം. അതിന് പണം മുടക്കേണ്ടി വരുന്നതാണെങ്കിൽ പണം മുടക്കണം, പണം മുടക്കിക്കൊണ്ട് തന്നെ കൊണ്ടുപോകണം. അല്ല KSRTC കിട്ടുന്ന വരുമാനം കൊണ്ടേ ഞങ്ങളിത് ചെയ്യൂ എന്ന് പറയുന്നതിൽ കഴമ്പൊന്നുമില്ല. അപ്പം ഈ രീതിയിലെങ്കിൽ ഈ രീതിയിൽ ഈ പറയുന്നതിൽ ഇപ്പം നിന്നിരിക്കുന്ന പിന്നെ എന്താ പറയുക, കൊറിയർ സർവീസ് പുനരാരംഭിക്കണം. കൊറിയർ സർവീസ് ആരംഭിക്കണം. കൊറിയർ സർവീസിലൂടെ വരുമാനം കിട്ടുന്നുണ്ട്. പരസ്യം പ്രദർശിപ്പിക്കണം. വണ്ടിയെ സ്റ്റിക്കർ ഒട്ടിക്കാനൊന്നും നമ്മളാരും എതിരില്ല. കാര്യം എന്താ, KSRTC ഓടണം. KSRTC ഓടണമെങ്കിൽ അതിൽ പരസ്യം പ്രദർശിപ്പിച്ചേ പറ്റൂ. അപ്പോൾ പരസ്യം പ്രദർശിപ്പിക്കണം. ഇപ്പോൾ വാഹനത്തിനകത്ത് പരസ്യം വെക്കണം. സീറ്റ് കവറിൽ പരസ്യം ആകുമല്ലോ, പുറത്തൊട്ടിക്കണമെന്നില്ല. സീറ്റ് കവറുകളിലെല്ലാം പരസ്യം ഒട്ടിക്കാമല്ലോ, അതിൽ നിന്നൊരു വരുമാനം കിട്ടുമല്ലോ. ഇത്ര കാലാവധി 6 മാസം സീറ്റ് കവറിൽ സീറ്റിൽ അടിച്ചിട്ട് തരാം. അവർ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യും. ഈ ആൾക്കാർ പരസ്യം കൊടുക്കേണ്ട ആൾക്കാർ അത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിട്ടാൽ മാത്രം മതിയല്ലോ, ഒരു കവർ ഇട്ടാൽ മതിയല്ലോ. അത് അല്ല ശരിക്കും പറഞ്ഞാൽ സർക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് ഓരോരുത്തർക്കും ഇത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഡ്രൈവർക്ക് കൊടുക്കണം. അല്ലാതെ അയ്യോ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് TV കംപ്ലൈന്റ് ആയാൽ അതിന്റെ ഉത്തരവാദി ഡ്രൈവറും കണ്ടക്ടറോ, അവർക്കായിരിക്കണം അതിന്റെ ഉത്തരവാദിത്വം. അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കണം. ഈ രീതിയിലൊക്കെ ഒരു സംവിധാനം കൊണ്ടുവന്നാൽ മാത്രമേ, വെള്ളം അടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പം ഓവർ സ്പീഡിൽ വണ്ടി കൊണ്ട് തട്ടുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇതിനൊക്കെ നിയന്ത്രണം ഉണ്ടാവണം. വേഗപ്പൂട്ടിടണമെന്ന് പറഞ്ഞാൽ വേഗപ്പൂട്ട് ഇട്ടേ പറ്റൂ. അല്ലെങ്കിൽ എക്സംഷൻ കൊടുക്കുക. അതായത് ഇപ്പം മിന്നൽ പോലെയുള്ള വാഹനങ്ങൾ, അല്ലെങ്കിൽ പിന്നെ അതിവേഗതയിൽ ഇൻറ്റർസ്റ്റേറ്റ് ഓടുന്ന വാഹനങ്ങൾ, അതിനൊക്കെ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള വാഹനങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിനകത്ത് കിടന്ന് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായത് അവിടെ എവിടെയാണ് ചെക്കിങ് വരുന്നത്? കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്തുണ്ടായ ഒരു ആക്സിഡന്റിൽ വാഹനത്തിന്റെ വേഗത 130 കിലോമീറ്ററാണ്. 130 കിലോമീറ്റർ സ്പീഡിൽ ഒരു പ്രൈവറ്റ് ബസ് ഓടി തട്ടി മറിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എവിടെ? അതായത് അനുവദനീയമായ വേഗത്തേക്കാൾ 60 കിലോമീറ്റർ സ്പീഡിൽ അധികമാണ് ആ വാഹനം ഓടിയത്. എവിടെ? മോട്ടോർ വെഹിക്കിൾ എവിടെ? അല്ല, അങ്ങനെ അപകടങ്ങൾ സംഭവിച്ചിട്ട് പോലും അന്വേഷണം വരുന്നില്ല. 130 കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്പീഡാണ്. നേരെ മറിച്ച് നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ അന്നേരം ഫൈൻ കിട്ടും, പെറ്റി കിട്ടും. ഇവിടെ മാസപ്പടിയുണ്ട്. ഓരോ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സും ഞങ്ങളുടെ വാഹനം ഇത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കും, ഞങ്ങൾ അതുകൊണ്ട് മാസപ്പടി RTO ഓഫീസുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി മാറ്റാനും ഈ പറയുന്ന റോഡിലിറങ്ങുന്ന എല്ലാവരുടെയും ജീവന് വിലയുണ്ട്.
അത് KSRTC ആയിരുന്നാലും പ്രൈവറ്റ് ബസ് ആണെങ്കിലും. ഇനി സൈക്കിളിൽ പോകുന്ന ഒരാളുടെ ജീവന് പോലും വിലയുണ്ട് എന്നുള്ള സത്യം ഈ പറയുന്ന RTO അടക്കമുള്ളവർ മനസ്സിലാക്കണം. വേഗ നിയന്ത്രണം വേണ്ടിടത്ത് വേഗ നിയന്ത്രണം വേണം. ഇതൊക്കെ കൃത്യമായി കൊണ്ടുപോകാനും ഇതിന് ഇൻസ്പെക്ഷൻ നടത്താനും ഒക്കെ ആൾക്കാർ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ടിക്കറ്റുകൾ ആവശ്യം പോലെ സീറോ ഫെയർ ടിക്കറ്റ് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അവര് കണ്ടക്ടർമാർ കാശുണ്ടാക്കും, കണ്ടക്ടറും ഡ്രൈവറും കാശുണ്ടാക്കും. അവർക്ക് അതൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അവർ TV വെക്കുന്നതിന് നമ്മൾ എതിരുന്നില്ല. പക്ഷേ ഇതിന്റെ ദൂഷ്യവശങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ദൂഷ്യവശങ്ങളാണ്, നല്ല വശങ്ങളല്ല. ദൂഷ്യവശങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ആദ്യം നേരെയാക്കിക്കൊണ്ട് വേണം TV ഇംപ്ലിമെന്റ് ചെയ്യാൻ. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. അതെന്തായാലും മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം.